നമ്മുടെ ജിജോ ചേട്ടന്റെ എൻഗേജ്മെന്റ് ആണെന്ന്. എൻഗേജ്മെന്റ് നടക്കുന്ന വീണ്ടും തൊട്ടപ്പുറത്ത് മരം മുറിപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ബ്ലോക്കും ഉണ്ടായി. നമ്മളെല്ലാരും നേരെ അകത്തോട്ട് കയറിയ ഉടനെ തന്നെ ഒരു ജ്യൂസും കുടിച്ചു. ചേട്ടൻ അവിടെ ചേച്ചിയെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ചേച്ചിയും വന്നു. രണ്ടുപേരും ഒരുമിച്ച് നിർത്തി ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ 4 വർഷത്തെ പ്രണയത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. നമ്മളവിടെ ഒരു സൈഡിലോട്ട് മാറി നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കൊടുത്തോണ്ടിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി ഒരു ഗിഫ്റ്റ് ചേട്ടൻ കൊടുത്തു. ചേട്ടനാണെങ്കിൽ അതിനകത്ത് വല്ലതും ഉണ്ടോ ഇല്ലയെന്ന് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. 12 മണിക്കുള്ള എൻഗേജ്മെന്റിന് കറക്റ്റ് 12:30 കഴിക്കാൻ വന്നിട്ടുണ്ട്. വേറൊരാൾ ഇവിടെ ജോലിയിടയിൽ നിന്ന് 1 മണിക്കൂർ ലീവും പറഞ്ഞ് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ. അങ്ങനെ സദ്യ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പയ്യെ എടുത്തോണ്ടുന്ന ചിപ്സ് ബാക്കി എല്ലാവർക്കും കൊടുത്തു. ഞാൻ കുറെ നേരം കൈ നീട്ടി നിന്നെങ്കിലും അവ എനിക്ക് മാത്രം തന്നില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. കെഞ്ചി ചോദിച്ചപ്പോ ഒരെണ്ണം തന്നു. അതും എടുത്തോണ്ട് പോയവന് നന്ദി. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ വിഷ്ണുചേട്ടൻ വിളിച്ചിരിക്കും. 2.5 മണിക്കൂറായി. ഇനി പോയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഇത് എന്ത് ബന്ധത്തിന്റെ പുറത്തുള്ള സ്നേഹമാണെന്ന് എനിക്ക് അറിയില്ല. അവസാനം നമ്മളും കഴിക്കാനായിട്ടിരുന്നു. ഇവിടെ ഒരുത്തം ഉണ്ടായിരിക്കുന്ന കൊച്ചിനെ എങ്ങനെ കരയിപ്പിക്കാം എന്നുള്ള ശ്രമത്തിലാണ്. ഇനി സദ്യ കഴിക്കാം. മറ്റുള്ളവർ കഴിക്കുമ്പോൾ ചെന്ന് നിന്ന് ശല്യം ചെയ്താൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. അവര് സ്നേഹത്തോടെ നിന്ന് കാര്യം പറയുന്നതല്ല. അങ്ങനെ സദ്യ കഴിച്ചു കഴിഞ്ഞു. അവസാനം ചെറുക്കനും പെണ്ണും കൂടെ ഇരുന്ന് കഴിച്ചു. അതോടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഓക്കെ, ബൈ.